ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാവുന്ന മരിച്ചിനി വറ്റലാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മരിച്ചിനി തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്ലൈസർ ഉപയോഗിച്ച് മരിച്ചിനി അതിലേക്ക് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഡയറക്റ്റായിട്ട് സ്ലൈസ് ചെയ്തിടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം അരിഞ്ഞെടുത്ത ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് പകുതി മരിച്ചിനിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിൻ്റെ കളറെല്ലാം മാറി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ക്രിസ്പി ആയോ എന്നറിയാനായിട്ട് ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. 1/2 കപ്പ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ എണ്ണ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നമ്മുടെ ദേഹത്ത് വീഴാത്ത രീതിയിൽ നീങ്ങി നിന്ന ശേഷം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി എണ്ണയുടെ പതയെല്ലാം മാറി എണ്ണ നല്ല ക്ലിയർ ആയിട്ട് വരണം. അപ്പോഴാണ് കോരി മാറ്റേണ്ടത്. എണ്ണ നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. ബാക്കി പകുതി മരിച്ചിനിയും കൂടി എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിനും പകരം മുളക് പൊടി ഉപ്പും ചേർത്ത വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടി നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാതെ ചിപ്സ് ക്രിസ്പി ആയി വരുമ്പോൾ കോരി മാറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിപ്സ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you for watching.